ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM മത്സരിക്കുന്ന ഭൂരിഭാഗം മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥികളായി. വടകരയിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജനും പത്തനംതിട്ടയിൽ വീണ ജോർജും സ്ഥാനാർത്ഥികളാകും. നിലവിലെ MLA-മാരായ A. പ്രദീപ് കുമാറിന്റെയും A. ആരിഫിന്റെയും സ്ഥാനാർത്ഥിത്വം മണ്ഡലം കമ്മിറ്റികൾ അംഗീകരിച്ചു. വടകരയിൽ പല പേരുകളും ഉയർന്നു വന്നിരുന്നെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രഥമ പരിഗണന P. ജയരാജനാണെന്ന് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയിൽ TP രാമകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്തു. P. സതീദേവി, PA മുഹമ്മദ് റിയാസ്, V. ശിവദാസൻ എന്നീ പേരുകൾ കൂടി കമ്മിറ്റിക്ക് മുന്നിലെത്തി. എന്നാൽ 2 തവണ കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാൻ കരുത്തനായ സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന തീരുമാനം ജയരാജന് അനുകൂലമായി. ജയരാജനെ മുന്നിൽ നിർത്തി സംഘടനാ സംവിധാനം ഉപയോഗിച്ച് മണ്ഡലം തിരിച്ചുപിടിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. കോഴിക്കോട് A. പ്രദീപ് കുമാർ MLA-യുടെ പേര് എതിർപ്പില്ലാതെ തന്നെ അംഗീകരിച്ചു. പാലക്കാട് സിറ്റിംഗ് MP-ആയ MP രാജേഷും ആറ്റിങ്ങലിൽ A. സമ്പത്തും MLA-മാരായ A. ആരിഫ് ആലപ്പുഴയിലും വീണ ജോർജ് പത്തനംതിട്ടയിലും സ്ഥാനാർത്ഥികളാകും. CPM സ്ഥാനാർത്ഥികളെ ഈ മാസം 9-ന് പ്രഖ്യാപിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. സ്ഥാനാർത്ഥികളെ ഓരോ കക്ഷികൾ ഏതെല്ലാം സീറ്റിലാണ് മത്സരിക്കേണ്ടത് 8-ാം തീയതിയാണ് തീരുമാനിക്കുള്ളൂ. 8-ാം തീയതി തീരുമാനിച്ചു കഴിഞ്ഞാൽ CPM-ന്റെ സ്ഥാനാർത്ഥികളെ 9-ാം തീയതി പ്രഖ്യാപിക്കാൻ കഴിയും. കണ്ണൂരിൽ PK ശ്രീമതിയും എറണാകുളത്ത് P. രാജീവും ഇടുക്കിയിൽ ജോയ്സ് ജോർജും കൊല്ലത്ത് KN ബാലഗോപാലും സ്ഥാനാർത്ഥിത്വം ഏകദേശം ഉറപ്പാക്കിയിട്ടുണ്ട്. പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളുടെ തീരുമാനം നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 തിരുവനന്തപുരം. ഇടതുപക്ഷവും കരുത്തുറ്റ പാനൽ പ്രഖ്യാപിക്കുന്നതോടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ചൂടാവുകയാണോ, കൂടുതൽ കടുത്ത പോരാട്ടത്തിലേക്ക് പോവുകയാണോ എന്ന് പരിശോധിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. ഇന്ന് നമ്മളൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് CM നൌഷാദ് MLA, CPIM-ൽ നിന്ന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ S. സജീവൻ, മാധ്യമപ്രവർത്തകർ എന്നിവരാണ്. ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം CM നൌഷാദ് MLA, നോക്കൂ, ഇവിടെ 9-ാം തീയതി നിങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ഏറ്റവും കുറഞ്ഞത് 5 MLA-മാരെങ്കിലും ഉണ്ടായിരിക്കുമെന്ന കാര്യം ഇപ്പോൾ ഏതാണ്ട് വ്യക്തമാണ്. നിരാകരിക്കുന്നില്ല നിങ്ങളുടെ ഏതെങ്കിലും നേതാക്കൾ, ഇന്ന് കോടിയേരി പോലും അതിനെ നിരാകരിക്കുന്ന നിലയെടുത്തിട്ടില്ല. നിങ്ങളുടെ ഒരു പൊതുനയത്തിന് വിരുദ്ധമായ ഒരു സമീപനമെന്ന് വേണമെങ്കിൽ പൊതുവെ അതിനെ പറയാവുന്നതാണ്. കാരണം ഈ MLA-മാർ ഇത്രയും പേർ മത്സരിക്കുക, അവർ ജയിച്ചാൽ പിന്നീടുണ്ടാകുന്ന ഉപതെരഞ്ഞെടുപ്പ്, നേരത്തെ തന്നെയും ഇത്തരം MLA-മാരുടെ മത്സരത്തെയൊക്കെ നിശിതമായി വിമർശിച്ച പാരമ്പര്യമുള്ള പാർട്ടി കൂടിയാണ് CPIM. ഇപ്പോൾ പക്ഷേ അതിന് വിരുദ്ധമായി കൂടുതൽ MLA-മാരെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി പോകുന്നത് എന്തുകൊണ്ടാണ്? വിജയസാധ്യതയുള്ള കൂടുതൽ ആളുകളെ ഇവർക്ക് പുറത്തുനിന്ന് കണ്ടെത്താൻ കഴിയാത്ത പരിതസ്ഥിതിയാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളതെന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, നല്ല വ്യാഖ്യാനങ്ങളാണ് താങ്കൾ നടത്തുന്നത്. ഒന്ന്, നിലവിൽ MLA-മാരായിരിക്കുന്നു എന്നുള്ളപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ മാത്രമാണ്, ഒരു 7-8 കോൺസ്റ്റിറ്റ്യുവൻസിൽ ചേരുന്നതാണ് ഒരു പാർലമെൻറ്റ് മണ്ഡലങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥികളെ ജനങ്ങൾക്ക് സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക എന്നുള്ളത്. അവർ MLA-മാരാണോ, നിലവിൽ MLA-മാരായിട്ടുള്ളവരെ മത്സരിപ്പിക്കരുത് എന്ന ഒരു തീരുമാനവും ഈ പാർട്ടിക്കില്ല. അപ്പോൾ 20 സ്ഥാനത്തേക്കാണ് ഇവിടെ മത്സരങ്ങൾ കേരളത്തിൽ നടക്കുക. അപ്പോൾ തീർച്ചയായും ഈ തരത്തിലേക്കുള്ള ചർച്ചകൾ തന്നെ വരുന്നത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ, ഔദ്യോഗികമായി പാർട്ടി അത് തീരുമാനിച്ച് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും അങ്ങനെയുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ മേൽക്കൈ ഇടതുപക്ഷം നേടുന്നു എന്ന തോന്നലിൽ നിന്നാണ് MLA-മാരെ എന്തിനാ മത്സരിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യം തന്നെ വരുന്നത്. തീർച്ചയായും ഈ 1-ാം റൗണ്ടിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ, ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ഘട്ടത്തിൽ തന്നെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുൻതൂക്കം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് താങ്കളുടെ ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നത്. ഓക്കെ, അതാണ് ആ കാര്യത്തിൽ പ്രാഥമികമായി പറയാനുള്ളത്. ഞാൻ ചോദിച്ചത്, നേരത്തെയൊക്കെ തന്നെയും നിങ്ങൾക്ക് ഈ MLA-മാരെ മത്സരിപ്പിക്കുന്നതിൽ വിയോജിപ്പുണ്ടായിരിക്കുകയും അത് പലപ്പോഴായി ആ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള പാർട്ടിയാണ്. പക്ഷെ അതിന് വിഭിന്നമായി ഇപ്പോൾ 5 പേരും വിജയിച്ചാൽ ഉണ്ടാവുന്ന ഉപതെരഞ്ഞെടുപ്പും അതിൻ്റെ ചെലവുമൊക്കെ, അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ആശങ്കപ്പെട്ട ഒരു കാലം നിങ്ങൾക്കുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി MLA-മാരെ പരമാവധി മത്സരിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത്ര തന്നെ മത്സരിപ്പിക്കണമെന്ന തീരുമാനമെടുക്കുന്നതിന് പിന്നിൽ വിജയസാധ്യതയുള്ളവരെ കൂടുതൽ കണ്ടെത്താൻ പുറമേ നിന്ന് കഴിയുന്നില്ല എന്ന പ്രശ്നമുള്ളത് കൊണ്ടാണോ? നിങ്ങൾ പറയുന്നത് വിജയസാധ്യതയുള്ള ആളുകളെ പരമാവധി കണ്ടെത്തുക, പക്ഷെ അതിൽ കൂടുതലും MLA-മാരുണ്ടാവുന്നു എന്നത് പുറമേ അത്തരം ആളുകൾ ഇല്ല എന്നതുകൊണ്ടല്ലേ? അങ്ങനെയല്ലേ അത് വായിക്കേണ്ടത്? അല്ല, അത് കൊള്ളാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ CPM-ന്റെ MLA-മാരല്ലാത്തവരെല്ലാവരും ഈ പാർട്ടിക്ക് കൊള്ളരുതാത്തവരാണോ? ജനങ്ങൾക്ക് സ്വീകാര്യതയില്ലാത്തവരാണോ? കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എത്ര തവണ MLA ആയിട്ടിരുന്നയാളാണ്, മന്ത്രിയായിട്ടിരുന്നയാളാണ്. എന്തൊരു വ്യാഖ്യാനമാണ് നിങ്ങൾ നടത്തുന്നത്? ഞാൻ പറഞ്ഞത്, CPM-ൽ പ്രവർത്തന രംഗത്ത് നിൽക്കുന്നവരിൽ വ്യത്യസ്ത മേഖലകളിലേക്ക് അവരെ കടത്തിവിടുക, അത് നിലവിലുള്ള ഓരോ സ്ഥാനാർത്ഥികളുടെയും
മികവിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ഈ വർത്തമാനം എല്ലാം ഉണ്ടാകുന്നത്. നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയുടെ ഘട്ടത്തിൽ തന്നെ, അന്തിമ തീരുമാനം വന്നിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ. ആ ഘട്ടത്തിൽ തന്നെ എന്തിനാണ് ഇങ്ങനെ ബേജാറാകുന്നത്, ഈ തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകുന്നത്? തീർച്ചയായും ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്, ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരാനിരിക്കുന്ന ഘട്ടത്തിൽ വലിയ ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട് എന്ന് ബോധ്യപ്പെടുന്നതാണ് താങ്കളുടെ ഈ പ്രതികരണവും. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഏതാണ്ട് പരമാവധി സീറ്റുകളിൽ ഏറ്റവും ജനപ്രിയരായ ഏറ്റവും സാധ്യതയുള്ള ആളുകളെ തന്നെ ഉൾപ്പെടുത്തി പട്ടിക പ്രഖ്യാപിക്കാൻ പോവുകയാണ് LDF. ഒരുപക്ഷെ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ MLA-മാരടക്കമുള്ള ആളുകൾ അതിനകത്തുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പലയിടത്തും ഒരു കുറച്ചു ലഘുസ്വഭാവിയായ മത്സരം നടക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ കാര്യങ്ങൾ മാറി മറിയുന്നുണ്ട്. നിങ്ങളെ കൂടുതൽ ചിന്തിപ്പിക്കാനും നിങ്ങളുടെ മുൻധാരണകളെ തിരുത്താനും പുതിയ അഴിച്ചുപണിക്ക് നിങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയെ പോലും പ്രേരിപ്പിക്കാൻ തക്കവണ്ണം കരുത്തുറ്റതാണോ ലെഫ്റ്റിൻ്റെ പട്ടിക? മാർക്സിസ്റ്റ് പാർട്ടി ആര് മത്സരിപ്പിക്കുന്നു എന്ന് നോക്കിയിട്ടല്ലല്ലോ കോൺഗ്രസ് അതിൻ്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ UDF അതിൻ്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവർക്കിഷ്ടമുള്ള സ്ഥാനാർത്ഥികളെ അവർക്ക് മത്സരിപ്പിക്കാം. പക്ഷേ അവരുടെ സ്ഥാനാർത്ഥികൾ ആരാണെന്ന് നോക്കി ആ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തത്തക്ക രീതിയിലുള്ള സ്ഥാനാർത്ഥികളല്ല ഞങ്ങൾ നിർത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിക്ക് വിജയസാധ്യതയുണ്ട് എന്ന് തോന്നുന്ന സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് ശ്രീ രാഹുൽ ഗാന്ധി പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, ശ്രീ AK ആൻ്റണി പറഞ്ഞിട്ടുണ്ട്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻസി മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞിട്ടുണ്ട്. പഴയ പോലല്ല ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ യോഗ്യത, വിജയസാധ്യത ഇത് രണ്ടും മാനദണ്ഡമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മാനദണ്ഡത്തിലല്ല സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതെങ്കിൽ നമുക്ക് വീണ്ടും ചർച്ച വരുമല്ലോ. ആ ചർച്ചയിൽ നമുക്കത് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം വന്നിട്ടില്ല. ഞാനിന്ന് ദേശാഭിമാനി അരിച്ചു പറക്കി നോക്കി, ഒരു പേര് പോലും ഞാൻ ദേശാഭിമാനി കണ്ടില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജിഹ്വയാണല്ലോ ദേശാഭിമാനി. കൈരളി ചാനലും ഈ പറയുന്ന പോലെ ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ അവർ സംസ്ഥാന തലത്തിൽ കൂടി ചില തീരുമാനങ്ങളെടുത്ത ആ തീരുമാനങ്ങൾ പാർലമെൻറ്റ് കമ്മിറ്റി തലത്തിലേക്ക് അയച്ച് അവിടെ നിന്നൊക്കെ അംഗീകാരം നേടിയൊക്കെ വരണം. 9-ാം തീയതി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. നേരത്തെ നമ്മൾ കേട്ട പേരുകളിൽ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. വടകരയിൽ റിയാസ് മുഹമ്മദിൻ്റെ പേര് കേട്ടു, സതീദേവിയുടെ പേര് കേട്ടു. ചെറിയൻകീഴിൽ 3 പ്രാവശ്യമായതുകൊണ്ട് ശ്രീ സമ്പത്തിനെ മാറ്റി അവിടെ DYFI നേതാവ് റഹീം വരുന്നെന്ന് കേട്ടു. അതുപോലെ തന്നെ മറ്റു പല മണ്ഡലങ്ങളിലും മറ്റു പല റിയാസിനെ തന്നെ കോഴിക്കോട്ട് മത്സരിപ്പിക്കുന്നു എന്ന് കേട്ടു. വടകരയിൽ അദ്ദേഹത്തിൻ്റെ പേര് സജീവമായി കേട്ടു. അപ്പോൾ ഈ കേട്ട പേരുകളിലൊക്കെ മാറ്റം വന്നിരിക്കുന്നു. മാത്രമല്ല ഇന്നസെൻറ്റിനെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ അവിടുത്തെ പാർലമെൻറ്റ് കമ്മിറ്റി എതിർപ്പ് പ്രകടിപ്പിച്ചതായി വിവരങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ സ്വാഭാവികമായി ഈ ലിസ്റ്റ് അന്തിമമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ലിസ്റ്റിൽ മാറ്റങ്ങൾ വരാം. മാത്രമല്ല വളരെ അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ് JDS എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നു. മുന്നണിയിൽ ഇനി പഴയ പോലൊരു ചവിട്ടും കുത്തും കൊണ്ട് നിൽക്കാൻ സാധ്യമല്ലെന്ന് പറയുന്നു. അപ്പോൾ ഇതിനകത്തിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല സ്ഥാനാർത്ഥികളായി ഇത്തവണ മത്സരിക്കുന്നത്. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ 1964 കോൺഗ്രസിൻ്റെ പേരിൽ വഴിപിരിഞ്ഞ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പരസ്പരം ഇത്തവണ സ്ഥാനാർത്ഥികൾ നിർത്തുന്നു. ഇടതും വലതും പാർട്ടികൾ. ആ 2 പാർട്ടികൾ അന്ധമായ കോൺഗ്രസ് വിരോധത്തിൻ്റെ പേരിൽ വേർപിരിഞ്ഞ 2 പേർ ആ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വർഷങ്ങളായി നിലകൊള്ളുന്നവരോ ഈ അടുത്ത കാലത്ത് മാർക്സിസ്റ്റ് പാർട്ടി പുറമ്പോക്കൽ നിർത്തി മുന്നണി പ്രവേശിപ്പിച്ചവരോ ആയ ഒരാൾ പോലും ഒരു സീറ്റ് കൊടുത്തിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സ്ഥാനാർത്ഥിയാണെന്ന് പറയാൻ കഴിയില്ല. ഈ ലിസ്റ്റാണ് പുറത്തെങ്കിൽ 16 സീറ്റിൽ ഓക്കെ. അപ്പോൾ അതിനകത്ത് ചില ആഭ്യന്തര പ്രശ്നങ്ങൾ താങ്കൾ ചൂണ്ടിക്കാണിക്കുകയാണ്. പക്ഷേ അതിലേക്കല്ല നമുക്കിപ്പോൾ പോവേണ്ടത്. ഈ സ്ഥാനാർത്ഥി പട്ടികയെ എങ്ങനെ പൊതുവെ വിലയിരുത്താം എന്നതിലേക്കാണ് ഞാൻ വരാൻ താങ്കളിലേക്ക്. CA സജീവൻ, CPIM-ൻ്റെ സ്ഥാനാർത്ഥി പട്ടികയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇതിന് മുൻപും 2009-ലും മറ്റും ആലപ്പുഴയിലും നമുക്കറിയാമല്ലോ, കണ്ണൂരിലും എറണാകുളത്തുമൊക്കെ ഇങ്ങനെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക വഴി MLA-മാരെ അടക്കം കൊണ്ടുവന്ന് വളരെ ഒരു അത്ഭുതം കാണിക്കാൻ ഉള്ള ഒരു കാണിച്ച ചരിത്രം അവർക്കുണ്ട്. അതൊരു ആത്മവിശ്വാസവുമുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് പരമാവധി വിജയം സമാഹരിക്കുക എന്ന് ദേശീയ തലത്തിൽ അവരുടെ ഒരു അടിയന്തര ആവശ്യമാണ്.
ഇവിടെ ആവട്ടെ വലിയ വെല്ലുവിളികൾ വേറെ ഉണ്ടെന്ന് നമുക്കറിയുകയും ചെയ്യാം. മോദി ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ ആകുമ്പോൾ കോൺഗ്രസിന് കൂടുതൽ ഒരു പ്രാമുഖ്യം ഇവിടെ കൈവരുമോ എന്ന പ്രശ്നമുണ്ട്. ശബരിമല പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം വലിയ പ്രതിസന്ധികളുടെ മുൻപിലാണ് സ്ഥാനാർത്ഥി നിർണയം എന്ന ദൗത്യം അവർക്ക് ഏറ്റവും ഭാരമേറിയതാവുന്നത്. അത് ഏറ്റവും സാധ്യമായ, ഏറ്റവും പോസിബിളായ വിജയത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് അവർ എത്തിയിട്ടുള്ളത് എന്ന് പൊതുവെ കാണാമോ? തീർച്ചയായിട്ടും ഇതിലൊരു പ്രശ്നം നമ്മൾ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇപ്പം നൗഷാദൊക്കെ ഒരുപക്ഷെ സമ്മതിക്കില്ല, ഈ ആളുകളൊന്നും സമ്മതിക്കില്ല. പക്ഷെ എന്തായാലും ഇപ്പോൾ പുറത്ത് കേൾക്കുന്ന പേരുകളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അവിടെ ഇപ്പോൾ എം എൽ എമാർ മത്സരിക്കുന്നത് തെറ്റൊന്നുമില്ലല്ലോ, എല്ലാ പാർട്ടികളിലും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യമുള്ളത്, കഴിഞ്ഞ തവണ പലപ്പോഴും സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ട് നേതാവിൻ്റെ വലിപ്പമോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ഒരു വലിപ്പമൊക്കെ നോക്കിയിട്ടാണ് വെച്ചിരുന്നതെങ്കിൽ ഇപ്പോഴതല്ല. ഇത്തവണ വളരെ കൃത്യമായിട്ട് അതിന് ഏതെല്ലാം തരത്തിൽ ന്യായീകരണങ്ങൾ പറഞ്ഞാലും വളരെ കൃത്യമായിട്ടുള്ള ഒരു വിന്നബിലിറ്റി എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഈ CPM ഇവിടെ കാൻഡിഡേറ്റ്സിനെ വെക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒന്ന്, കോഴിക്കോട്ട് നമ്മൾ നോക്കേണ്ടത് 2009-ലും 2014-ലും MK രാഘവൻ ജയിച്ചത് ആദ്യത്തെ തവണ അദ്ദേഹം പയ്യന്നൂരിൽ നിന്ന് വന്നപ്പോൾ നല്ലൊരു ശതമാനം കോൺഗ്രസ് നേതാക്കന്മാരും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തിൻ്റെ വിജയം ആഗ്രഹിക്കാത്ത ആളുകളായിരുന്നു. അദ്ദേഹം തോൽക്കണമെന്ന് ആഗ്രഹിച്ച ആളുകൾ, അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി പ്രത്യക്ഷമായ അല്ലെങ്കിൽ പോലും ശ്രമിച്ചിട്ടുള്ള ആളുകളാണ്. അതെനിക്ക് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട് പറയുകയാണ്. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് രാഘവൻ ജയിക്കാനുള്ള കാരണം രാഘവനെതിരെ അന്ന് സ്ഥാനാർത്ഥിയായിട്ട് റിയാസിനെ വെച്ചു. രണ്ട് കാര്യങ്ങളുണ്ടായി. ഒന്ന്, ജനതാദളിൻ്റെ സീറ്റ് പിടിച്ചു വാങ്ങിയിട്ട് അവിടെ CPM മത്സരിച്ചു. അതുകൊണ്ടാണല്ലോ അന്ന് വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി പുറത്തേക്ക് പോയത്. ആ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. CPIക്ക് അവരുടെ സീറ്റ്, പൊന്നാനി സീറ്റ് മറ്റും പിടിച്ചെടുത്തതിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിൽ ആണ് രാഘവൻ്റെ തോൽവി. മറ്റൊന്ന്, സ്ഥാനാർത്ഥിയാക്കി വെച്ച റിയാസ്, അദ്ദേഹം ഇപ്പോൾ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ്, വളരെയധികം ഉന്നതനായ നേതാവാണ്. പക്ഷെ അക്കാലത്ത് അദ്ദേഹം അറിയപ്പെട്ട ആളായിരുന്നില്ല. അദ്ദേഹത്തിനുണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് പറയുന്ന ഒരു ക്രൈം ഓഫീസ് അക്രമവുമായി ബന്ധപ്പെട്ട് ആ കേസിൽ ആരോപണ വിധേയനായിട്ട് പ്രതിയാക്കപ്പെട്ട പ്രതിയാണെന്നാണ് വിചാരിക്കുന്നത്. അത് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉണ്ടായിരുന്നു. അപ്പം അത് പിണറായി വിജയനെതിരെ ഒരു ആർട്ടിക്കിൾ വന്നതിൻ്റെ പേരിൽ അവിടെ അക്രമം നടന്നു. അപ്പം പിണറായി വിജയന് വേണ്ടി തല്ലുണ്ടാക്കാൻ പോയ ഒരാൾ എന്ന രീതിയിലുള്ള പ്രചരണം വന്ന് അക്കാലത്ത് UDF ശക്തമായിട്ട് ഉന്നയിച്ചിരുന്നു. MK രാഘവൻ്റെ അത്രയൊന്നും കോഴിക്കോട്ടുകാർക്ക് പരിചിതനല്ലാത്ത രാഘവൻ വിജയിക്കുന്നതിൽ ഒരു പ്രധാന ഘടകം ഈ രണ്ടുമായിരുന്നു. രണ്ടാമത്തെ തവണ MK രാഘവനോട് മത്സരിക്കുമ്പോഴേക്കും അദ്ദേഹം വളരെ ജനകീയനായി. അദ്ദേഹം ഈ കോഴിക്കോട്ട് പയ്യന്നൂരുകാരനായ MK രാഘവൻ കോഴിക്കോട്ടുകാരനായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ ഉന്നതനായ നേതാവിനെയാണ് CPM മത്സരിപ്പിച്ചത്. പക്ഷേ വിജയരാഘവൻ എനിക്ക് വളരെ അടുത്ത സൗഹൃദമുള്ള ഒരാളാണ്. പക്ഷേ ഒരു സ്ഥാനാർത്ഥി വളരെ ഉന്നതനായ നേതാവായതുകൊണ്ട് കാര്യമില്ല. കാരണം അവിടെ ജനകീയത എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. ജനങ്ങളുടെ മനസ്സ് പിടിച്ചു പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതിൽ വിജയരാഘവന് പരാജയം സംഭവിച്ചു. MK രാഘവന് രണ്ടാമത്തെ വിജയത്തിൻ്റെ ഒരു പ്രധാന ഘടകം ഈ ജനകീയതയുടെ, MK രാഘവന് ജനകീയത ഉണ്ടായിരുന്നു, വിജയരാഘവൻ അതില്ലാതിരുന്നു. ഇവിടെ ഇത്തവണ പ്രദീപ് കുമാറിനെ കുറിച്ച് നമുക്കറിയാം. പ്രദീപ് കുമാർ MK രാഘവൻ ഉള്ളതിനേക്കാൾ കൂടുതൽ ജനകീയത ഉള്ള ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് ആ രീതിയിൽ ഒരാളും പറയില്ല. വളരെ കൃത്യമായ ജനകീയത ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ മറ്റേത് പേരുകൾ പരിശോധിക്കുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ കോഴിക്കോട് മണ്ഡലത്തിൽ മത്സരിക്കാൻ CPM കണ്ടെത്തിയിട്ടുള്ള ഈ പ്രദീപ് കുമാർ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും അതൊരു അങ്ങനെ ഒരു ഭിന്നബിലിറ്റി ഒരു പ്രധാന ഘടകമാണ്. ആരിഫിൻ്റെ കാര്യത്തിലാണെങ്കിലും വീണ ജോർജിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇതേ ഒരു ഭിന്നബിലിറ്റി എന്ന ഘടകം തന്നെയാണ് MLAമാരെ മത്സരിപ്പിക്കുന്നതിൽ CPMനെ പ്രേരിപ്പിച്ചു എന്ന് ഞാൻ പറയാം, പ്രേരിപ്പിക്കാൻ സാധ്യതയുള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു തരത്തിൽ സ്ഥാനാർത്ഥികളെ ജയിക്കാനുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക എന്നൊരു തന്ത്രമാണ് പ്രയോഗിക്കുന്നതെങ്കിൽ മത്സരം കടുപ്പിക്കാനും പല മണ്ഡലങ്ങളും പിടിച്ചെടുക്കാനും CPMന് LDFന് കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ CPIയുടെ തന്നെ അറിയാമല്ലോ, തിരുവനന്തപുരം മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ കാശുണ്ടെങ്കിൽ ജയിക്കാം എന്നൊരു രീതിയിലാണല്ലോ LDF, CPI മാത്രമല്ല LDFൻ്റെ കാൻഡിഡേറ്റ് ആയിട്ടില്ലേ LDF വിചാരിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ആ നിലയ്ക്ക് വിജയ സാധ്യത മാത്രം ഒരു പരിഗണനാ വിഷയമാക്കി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും താല്പര്യങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടുള്ള ഒരു തീരുമാനം എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ അതിനകത്തെ പ്രബലരുടെ ആളുകൾ എന്ന നിലയ്ക്കുള്ള തീരുമാനമല്ല വന്നതെന്ന് A. സജീവൻ ഇവിടെ ഇതിനകത്ത്
ചൂണ്ടിക്കാണിക്കപ്പെടാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്നത് മത്സരിക്കപ്പെടുന്ന സ്ഥാനാർത്ഥികളുടെ വിന്നബിലിറ്റിയെക്കുറിച്ചാണല്ലോ താങ്കൾ പറഞ്ഞത്. ഓക്കെ, സജീവൻ, നേരത്തെ താങ്കൾ പറഞ്ഞു വന്നത് ഏറ്റവും മികവുറ്റ ആളുകളെ വിജയസാധ്യത മാത്രം മുൻനിർത്തി അവതരിപ്പിക്കാൻ സവിശേഷമായ ഒരു ശ്രദ്ധ ലെഫ്റ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നതാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ പറഞ്ഞത് ഇടതുപക്ഷത്തിൻ്റെ പാനൽ എന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തിലൊരു പരിഗണനാ വിഷയമേ അല്ല എന്നാണ്. പക്ഷേ കൂടുതൽ പ്രമുഖരായ, കൂടുതൽ പ്രഭയുള്ള ആളുകളെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു ബെറ്റർ പാനൽ, ഒരു പാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇനീഷ്യൽ പുള്ളുണ്ടല്ലോ, അതിന് കോൺഗ്രസിന് ഈ കാര്യത്തിൽ ഇവരുടെ പട്ടിക കൂടി നോക്കി തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്ന നില കാണുന്നുണ്ടോ താങ്കൾ? കോൺഗ്രസിൻ്റെ അത് വീതം വെക്കുന്ന കാര്യത്തിൽ പലപ്പോഴും ഗ്രൂപ്പ് മറ്റു പല പരിഗണനകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കനുസരിച്ചാണ് പലപ്പോഴും വരിക. അപ്പോൾ ഏകകണ്ഠമായിട്ടുള്ളൊരു തീരുമാനം, ഇപ്പോൾ കോഴിക്കോട്ട് അത് കോഴിക്കോട് LDF UDFൻ്റെ ആണ്. ഇപ്പം വടകരയിൽ ഇപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുന്നില്ല, പകരം ആര് മത്സരിക്കും? അപ്പുറത്ത് ആരായിരിക്കും? ഇപ്പം പറഞ്ഞു കേൾക്കുന്ന പേര് ജയരാജൻ്റെയാണ്. ജയരാജൻ മത്സരിക്കുമ്പോൾ നമുക്കറിയാം ജയരാജനെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ജയരാജൻ അവർക്ക് വെക്കാവുന്ന, LDFന് വെക്കാവുന്ന, CPMന് വെക്കാവുന്ന ഏറ്റവും ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയാകുമ്പോൾ അതിന് ഒന്നും നോക്കേണ്ടത് ഞങ്ങളൊരാളെ മത്സരിപ്പിക്കുന്നു, ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ്, അത് ആര് മത്സരിച്ചാലും ജയിക്കും എന്ന രീതിയിൽ പോകുമോ എന്നുള്ളതാണ് ചോദ്യം. സത്യത്തിൽ അങ്ങനെ പോകുന്നത് അപകടകരമാണ്. എന്തെല്ലാം ഞങ്ങൾ വിചാരിച്ചാൽ അവിടെ സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് പോകുന്നതെങ്കിൽ അപകടകരമാണ്. കാരണം വടകര നമുക്കറിയാവുന്നതാണ്. വടകര ഒരു 2 തവണ, ഇപ്പോൾ അടുത്ത കാലത്ത് 2 തവണ UDFന് അനുകൂലമായി മാറിപ്പോയ ചരിത്രം 2 രീതിയിലാണ്. ആദ്യത്തേത് ജനതാദളിൻ്റെ പോക്കൊഴിഞ്ഞു പോക്ക്, രണ്ടാമത്തെ RMPയുടെ രൂപീകരണം, അത് 2009. അതിനുശേഷം 2014 വന്നപ്പോൾ ചന്ദ്രശേഖരൻ്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. പക്ഷെ അപ്പോഴും നോക്കേണ്ടത് 2009 മുല്ലപ്പള്ളി രാമചന്ദ്രന് കിട്ടിയ വോട്ടിൻ്റെ ഭൂരിപക്ഷവും 2014 ഉണ്ടായിട്ടുള്ള ഭൂരിപക്ഷം നമ്മൾ വ്യത്യാസമാണ്. വളരെ കുറഞ്ഞ മാർജിനിലേക്കാണ് അത് 2014 പോയത്. അത് വടകര എന്ന് പറയുന്നത് ഈ മുല്ലപ്പള്ളിയുടെ ഈ 2 വിജയം മാറ്റിവെച്ചാൽ 1 തവണ മാത്രം KP ഉണ്ണികൃഷ്ണൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചിട്ടേ ഉള്ളൂ. ബാക്കി മുഴുവൻ ഈ ഇടതിൻ്റെ കയ്യിലാണ്. KP ഉണ്ണികൃഷ്ണൻ പോലും അവിടെ LDF സ്ഥാനാർത്ഥിയായിട്ടാണ് കൂടുതൽ തവണ മത്സരം ജയിച്ചത്. അവിടെ കോലീബി പരീക്ഷണം എന്ന് പറയുന്നതിനെ പരാജയപ്പെടുത്തിയൊരു മണ്ഡലമാണ്. അപ്പോൾ അവിടെ നമ്മൾ വളരെ ലാഘവത്തോടു കൂടിയിട്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. മുല്ലപ്പള്ളിയുടെ ഒരു തലയെടുപ്പുള്ള അല്ല അതേപോലൊരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാകുമ്പോഴാണ് വിജയ സാധ്യത ഉണ്ടാകുക. സ്ഥാനാർത്ഥികളെ പരമാവധി സ്ഥലത്ത് കൊണ്ടുവരിക എന്നത് ഈ പട്ടിക വെച്ച് നോക്കുമ്പോൾ ഇടതുപക്ഷത്തോട് മുട്ടാൻ അവർ ആദ്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യമായിട്ട് താങ്കളും വിലയിരുത്തുകയാണ്. ശ്രീ നൌഷാദ്, ഇപ്പോൾ ഇന്നസെൻ്റ് കാര്യം എടുക്കൂ. അദ്ദേഹം സ്ഥാനാർത്ഥിയായി വീണ്ടും വരുമെന്നാണ് നമ്മളിപ്പോൾ ഏറ്റവും അവസാനം മനസ്സിലാക്കുന്നത്. ഇന്നസെൻ്റ് വരുന്നത് ഗുണം ചെയ്യില്ല എന്നും അദ്ദേഹം ഉണ്ടാക്കുന്ന പരിക്കിൻ്റെ ഉത്തരവാദിത്തം സ്റ്റേറ്റ് കമ്മിറ്റി ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് മണ്ഡലം കമ്മിറ്റിയുടെ ആ കാര്യത്തിലുള്ള നിലപാടെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം തന്നെ പറയുന്നത് എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്നാണ്. താൻ ഇതിന് മിസ്ഫിറ്റായ ഒരാളെന്ന് പലതവണ അദ്ദേഹം പ്രകടനം കൊണ്ടും പ്രതികരണങ്ങൾ കൊണ്ടും വ്യക്തമാക്കിയ ആളാണ്. പിന്നീട് അദ്ദേഹം പാർട്ടി പറഞ്ഞാൽ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പശ്ചാത്തലമുള്ള ഒരാൾ, മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് ആദ്യം പറഞ്ഞ ഒരാൾ, മണ്ഡലം കമ്മിറ്റിക്ക് താല്പര്യമില്ലാത്ത ഒരാൾ വരിക എന്നത് അങ്ങനെ ഒരു അസാധാരണത്വം അതിലുണ്ടല്ലോ. അതെങ്ങനെ സംഭവിക്കുന്നു ശ്രീ നൌഷാദ്? അല്ല, ഇതെല്ലാം നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ്. ഇവിടെ നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ പറഞ്ഞത് ചിറയൻകീഴ് ഒരു പേര്, കോഴിക്കോട് ഒരു പേര്, വടകര ഒരു പേര്, നിങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു കേട്ടിരുന്ന പേരുകളൊന്നും അല്ല ഇപ്പോൾ വന്നതെന്ന്. CPM എന്ത് തീരുമാനിക്കുന്നുവെന്ന് 9-ാം തീയതി, ബാക്കി അതുവരെയുള്ള കാര്യങ്ങൾക്കല്ല നിങ്ങൾക്ക് ഊഹാപോഹങ്ങൾ പറയാം. വളരെ കൃത്യമായി, വളരെ ജനാധിപത്യപരമായി തീരുമാനമെടുക്കുന്ന പാർട്ടി തന്നെയാണ് CPIM. ഈ 9-ാം തീയതി കോടിയേരി അത് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും 9-ാം തീയതി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഖ്യാപിച്ചിരിക്കും. അതിലൊരു സംശയവുമില്ല. പിന്നെ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ നിങ്ങളിത് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ളൊരു മത്സരം മാത്രമല്ല, സ്ഥാനാർത്ഥികൾ ഒരു ഘടകമാണ്. പക്ഷെ ഇവിടെ നയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഇവിടെ ഇത് ഇന്ത്യയുടെ ഭാവിയുടെ പ്രശ്നമാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. ഇവിടെ സംഘപരിവാറിന് എതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സ്ഥാനാർത്ഥികളെ മാത്രമേ, മുന്നണികളെ മാത്രമേ കേരളത്തിലെ മതേതര മനസ്സ് അംഗീകരിക്കുകയുള്ളൂ.
കേരളത്തിൽ എന്തെല്ലാം ആരെല്ലാം നടത്തിയാലും കേരളത്തിൻ്റെ മനസ്സ് മതേതര മനസ്സ് തന്നെയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നിങ്ങൾ പലപ്പോഴും അങ്ങ് മറന്നു പോകുന്നല്ലോ. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അന്ന് പ്രഖ്യാപിച്ചിരുന്നത്, വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നത് വരാൻ പോകുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൻ്റെ റിഹേഴ്സലാണ് എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ആ റിഹേഴ്സലിൽ ആരാണ് വിജയിച്ചതെന്ന് നിങ്ങൾക്കറിയാം. ഘടകങ്ങൾ ഒരുപാട് എതിരായിട്ടുള്ള ഘടകങ്ങൾ അതൊക്കെ ഉണ്ടാകാം. പക്ഷെ അതിനെല്ലാം അതിജീവിച്ച് ജനങ്ങളുടെ കരുത്തുകൊണ്ടാണ്, ജനങ്ങളുടെ പിന്തുണ കൊണ്ട് കാണും. ഈ കഴിഞ്ഞ 2.5 വർഷത്തിലധികമായി ഭരിക്കുന്ന കേരള ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഗുണമനുഭവിച്ചൊരു ജനത, 5 വർഷം ഭരിച്ച BJPയുടെ ഗവൺമെൻറ്റിൻ്റെ ദുരിതങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ജനത, അവർക്ക് വേണ്ടി അവസരത്തിനായി കാത്തിരിക്കുകയാണ്. ആ കിട്ടിയ അവസരം ഈ സംഘപരിവാറിന് എതിരായിട്ടുള്ള ഇവിടുത്തെ വർഗീയത സൃഷ്ടിച്ച് മനുഷ്യരെ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി മാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്തായിരിക്കും. തീർച്ചയായും അവരെ ആ തരത്തിലേക്ക് എത്തിക്കുന്നതിന് കാരണക്കാരായ കോൺഗ്രസിനുൾപ്പെടെയുള്ള എതിരായ വിധിയെഴുത്താണ് രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ CA സജീവൻ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ വടകരയിൽ മത്സരിക്കാൻ പോകുന്നത് CPIM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനാണ്. ആലപ്പുഴയിലും പത്തനംതിട്ടയിലും ഒക്കെ ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തന്നെ അവതരിപ്പിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ആ നിലയിൽ ഇപ്പം മുല്ലപ്പള്ളി എന്തായാലും പിൻവാങ്ങുന്നു എന്ന് അറിയിച്ചിരിക്കുകയാണ്. വടകരയിൽ അദ്ദേഹം മത്സരിക്കാനില്ല. P ജയരാജൻ CPM-നെ സംബന്ധിച്ചോളം ഒരു പ്രമുഖനായ സ്ഥാനാർത്ഥിയാണ്. അവരുടെ മൊത്തം മിഷനറി ചലിപ്പിക്കാൻ, പഴുതുകളില്ലാതെ ചലിപ്പിക്കാൻ കഴിയും വിധമുള്ള പ്രഭാവലയമുള്ള ആൾ കൂടിയാണ്. നിങ്ങൾക്കും ആ തരത്തിൽ വ്യക്തിപ്രഭാവമേറിയ ആളുകളെ കൂടുതലായി അവതരിപ്പിക്കേണ്ടി വരും എന്ന് കാണുന്നില്ലേ? അതോ ഈ കാര്യത്തിൽ വ്യക്തികൾക്ക് അത്രമേൽ വലിയ പ്രസക്തിയില്ല എന്ന അമിതാത്മവിശ്വാസമാണോ നിങ്ങൾക്കുള്ളത്? സജീവൻ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം എപ്പോഴും ഒരു ജനപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. പക്ഷേ ഇന്നത്തെ ഈ ചർച്ചയിൽ അദ്ദേഹത്തിന് എന്തു പറ്റി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ വടകര സ്ഥാനാർത്ഥി ആരാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA ശ്രീ നൗഷാദ് പോലും പറയുന്നു. പക്ഷേ ആ പറയുന്നതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് വേണമെങ്കിൽ ജയരാജനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി സങ്കല്പിക്കാം. ഇത്ര ശക്തിയുള്ളൊരു സ്ഥാനാർത്ഥിക്കെതിരെ ആരെ നിർത്തുമെന്നാണ് അത് അദ്ദേഹം ചോദിച്ചു. ശരിയാണ്. ഈ ശക്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൊലപാതക കേസിൽ പ്രതിയായതാണോ ഈ ശക്തി എന്ന് ശ്രീ സജീവൻ ഉദ്ദേശിക്കുന്നത്? UAPA കേസിൽ പ്രതിയായ ഒരാൾ, അല്ലെങ്കിൽ ഒന്നിലധികം കൊലപാതക കേസിൽ പ്രതിയായ ഒരാൾ, വളരെ മോശപ്പെട്ടൊരു പ്രതിച്ഛായയുള്ള ഒരാൾ, ആ ആളിനെ എതിർക്കണമെങ്കിൽ ഞങ്ങളിനി ഏതെങ്കിലും കൊട്ടേഷൻ സംഘത്തിന് സ്ഥാനാർത്ഥിയാക്കണമെന്നാണോ സജീവൻ പറയുന്നത്? കൊടിസുനിയെ പോലെ, കിർമാണി മനോജിനെ പോലെ ആരെങ്കിലും ഒരാളെ കണ്ടെത്തി ഇയാൾക്കെതിരെ ഒരു സ്ഥാനാർത്ഥി, അങ്ങനൊന്നും അല്ലല്ലോ. ഇപ്പോൾ ഈ ഒരു സ്ഥാനാർത്ഥിയുടെ മഹത്വം അല്ലല്ലോ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ശ്രീ നൗഷാദ് പറഞ്ഞ പോലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുപ്പല്ലിത്. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കാനുള്ള തിരഞ്ഞെടുപ്പല്ലിത്. ഓരോ തെരഞ്ഞെടുപ്പിനും വോട്ടിംഗ് പാറ്റേൺ ഡിഫറൻ്റാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് പാറ്റേൺ ഡിഫറൻ്റാണ്. അത് അസംബ്ലി വരുമ്പോൾ മറ്റൊരു പാറ്റേണായി മാറും. അത് പാർലമെൻറ്റിൽ വരുമ്പോൾ മറ്റൊന്നായി മാറും. 543 പാർലമെൻറ്റ് മണ്ഡലങ്ങളുണ്ട് ഇന്ത്യയിൽ. ആ 543 മണ്ഡലങ്ങളിൽ ഇപ്പോൾ ബംഗാളിൽ നിലവിലുള്ള 2 സീറ്റിൽ തങ്ങളെ സഹായിക്കണമെന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി അത് അംഗീകരിച്ചു. പക്ഷേ ബംഗാളിലെ കോൺഗ്രസ് ഘടകം അത് സമ്മതിക്കുന്നില്ല. അവിടെ പ്രിയരഞ്ജിദാസ് മുൻഷിയുടെ ഭാര്യ പണ്ട് മത്സരിച്ച് ജയിച്ച മണ്ഡലം, പിന്നെ അദ്ദേഹത്തിൻ്റെ മകൾ മത്സരിച്ചു. ആ 2 സീറ്റിൽ പോലും മാർക്സിസ്റ്റ് പാർട്ടിയെ സഹായിക്കാൻ പറ്റില്ല എന്നൊരു നിലപാട് ബംഗാൾ ഘടകം സ്വീകരിച്ചിരിക്കുന്നു. ആ സ്വീകരിച്ചിരിക്കുന്നതിന് രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും തമ്മിൽ വീണ്ടും ഒരു ചർച്ചയ്ക്ക് കളമൊരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബംഗാളിൽ ഇപ്പോൾ ആകെ 2 സീറ്റാണ് അവർക്കുള്ളത്. ആ 2 സീറ്റ് നിലനിർത്താനുള്ള ഭഗീരഥ പ്രയത്നമാണ് മാർക്സിസ്റ്റ് പാർട്ടി അവിടെ നടത്തുന്നത്. ത്രിപുരയിൽ ആകെ 2 സീറ്റാണ്. ആ 2 സീറ്റും സ്വാഹ, എല്ലാവർക്കും അറിയാം. പിന്നെ കേരളത്തിൽ ഇപ്പോൾ 12 സീറ്റ് UDF-ഉം 8 സീറ്റ് LDF-ഉം ആണ്. അതിലിപ്പോൾ 7 സീറ്റാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ MP-മാരുള്ളത്. അപ്പോൾ ഈ പറയപ്പെടുന്ന 543 പാർലമെൻറ്റ് മണ്ഡലങ്ങളുള്ള ഇന്ത്യയിൽ ഈ 7 സീറ്റിൽ അല്ലെങ്കിൽ 20 സീറ്റിൽ അവർ ജയിക്കുമെന്നൊന്നും പറയത്തില്ലോ. ഇപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ, ഇവിടെ ഒരുപാട് സർവേകൾ നടന്നിട്ടുണ്ട്. ആ സർവേകളുടെയൊക്കെ ഫലം നമുക്കറിയാം. എന്തായാലും നിലവിലുള്ള 12 സീറ്റ്. അതുകൊണ്ട് ഇപ്പോൾ ഇടതുപക്ഷം ഏതൊക്കെ സ്ഥാനാർത്ഥി അവതരിപ്പിച്ചാലും സാഹചര്യം അനുകൂലമാണ് എന്ന ആത്മവിശ്വാസം ഒരു പ്രധാന ഘടകമായി കോൺഗ്രസ് എടുക്കുകയാണ്. ശ്രീ സജീവൻ, ഇവിടെ താങ്കൾ വടകരയിലേക്ക് വന്നല്ലോ. ശരി, പറയൂ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. അല്ല, ഞാൻ പറഞ്ഞത്
ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം എന്ന് ചോദിച്ച പോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നിടത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്താ കാര്യം? കേരളത്തിലെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ അവർ കാര്യമുണ്ടെന്ന് നമുക്ക് വകവയ്ക്കാം. അപ്പോൾ ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ എത്ര കണ്ട് വലിയ ശ്രമങ്ങളാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ മതനിരപേക്ഷ വോട്ടുകൾ വിഘടിക്കാതിരിക്കാൻ, വികേന്ദ്രീകരിക്കാതിരിക്കാൻ, 2014 അനുഭവം ഉണ്ടാകാതിരിക്കാൻ പലരെയും ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നത്. ഡൽഹി കൂടി പറയണം. എന്താണ് ഡൽഹി കൂടി പറയണം? ഡൽഹിയിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുമായി നിങ്ങൾ ഈ ആങ്കർ എന്ന് നിങ്ങൾ ഈ ആങ്കർ എന്ന് പറയുന്ന ആൾ ഒരു മര്യാദ കാണിക്കണം. ഒരു ചോദ്യം ഒരു ഉത്തരം. അടുത്ത ചോദ്യം എന്നോട് ചോദിച്ചാൽ നിങ്ങൾ ഏത് ചോദ്യം ചോദിച്ചോ ഐ വിൽ ഗിവ് ദ കറക്റ്റ് ആൻസർ. പക്ഷേ ഒരു ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി ഒരു ചോദ്യം ചോദിക്കണ്ട. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുന്ന പിന്നെ ഇരയൂരത്ത് MLA പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് നിങ്ങളിപ്പോൾ വന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ആർഗ്യൂ ചെയ്താൽ നമുക്ക് തമ്മിൽ ചർച്ചയാകാം. എന്തിനാ ഒരു ഇൻഡയറക്റ്റ് അറ്റാക്ക്? ഞാൻ പറഞ്ഞു ഡൽഹിയിൽ ഇപ്പോൾ 7 സീറ്റാണ് അവിടുത്തെ പാർലമെൻറ്റിലുള്ളത്. അവിടുത്തെ കോൺഗ്രസിൻ്റെ ഘടകം, ഡൽഹിയിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, അവിടെ ഷീലാ ദീക്ഷിതാണ് ഞങ്ങളുടെ പ്രസിഡന്റ്, ഒരു കാരണവശാലും ആം ആദ്മി പാർട്ടിയുമായിട്ട് ഐക്യമുണ്ടാക്കാൻ പറ്റില്ലെന്ന് പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിലും അതാത് സംസ്ഥാന ഘടകങ്ങളാണ് ആരുമായിട്ട് അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ധാരണ ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുന്നത്. ആ തീരുമാനിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ ഹൈക്കമാൻഡ് ഇടപെടുമെന്നല്ലാതെ ഒരു അന്തിമമായ ഒരു അടിച്ചേൽപ്പിക്കൽ ഒരിക്കലും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല. അതാത് സംസ്ഥാന ഘടകങ്ങൾക്ക് ഈ അതാത് സംസ്ഥാന ഘടകങ്ങൾക്കാണ് സ്വാതന്ത്ര്യം. അതൊരു വിജയിക്കുന്ന സ്ട്രാറ്റജി ആവട്ടെ, എന്ന് നമുക്ക് ആശംസിക്കാൻ ഞാൻ വരാം. സജീവൻ, ഇപ്പോൾ താങ്കൾ ഇവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു മണ്ഡലം എന്നത് വടകരയാണ്. വടകരയിൽ P ജയരാജനെ പോലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുമ്പോൾ കോൺഗ്രസിന് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരാളെ തന്നെ കണ്ടെത്തേണ്ടി വരുമെന്ന്. ഇപ്പോൾ P ജയരാജനുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രചരിപ്പിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് സമീപനമാണ് സ്വീകരിക്കാൻ പോകുന്നതെന്ന് ഇപ്പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കേസുകൾ, കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേര് ചേർത്ത് കേട്ട സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായി തെരഞ്ഞെടുപ്പിൽ വരും. അപ്പോൾ ഈ CPM-ന് അക്കാര്യത്തിൽ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും കൂടി ഒരുമിപ്പിക്കാൻ അപ്പുറത്തെ സ്ഥാനാർത്ഥിക്ക് കഴിയുമല്ലോ. അങ്ങനെ ഒരാൾ വരിക എന്നത് CPM-ന് വലിയ തലവേദന ഉണ്ടാക്കില്ലേ? അവിടെ P ജയരാജൻ വിരുദ്ധത ഒരു പ്രധാനപ്പെട്ട ഘടകമായി പ്രവർത്തിക്കുമല്ലോ. എല്ലാവർക്കും ചേർന്ന് പോകാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം അത് സൃഷ്ടിക്കുകയും ചെയ്യും. അല്ല, ജയരാജൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് ഇപ്പോഴല്ലല്ലോ, നേരത്തെ ഉണ്ടല്ലോ. അന്നും ജയരാജനെതിരെ കൊണ്ടുവന്നിട്ടുള്ള ആരോപണങ്ങൾ ഇതാണ്. മാത്രമല്ല, ജയരാജൻ മാത്രമല്ല, മൊത്തമായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയും കോഴിക്കോടിൻ്റെയും കണ്ണൂരിനോട് ചേർന്ന ഭാഗം, അതായത് ഈ പറയുന്ന ഈ വടകര മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം കണ്ണൂരിൻ്റേതാണ്. അപ്പോൾ ആ കണ്ണൂർ മണ്ഡലത്തിൽ, കണ്ണൂർ പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ വടകര കൂടി പെടുന്ന ഈ മണ്ഡലത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ CPM-നെതിരെ എപ്പോഴും കൊണ്ടുവന്നിട്ടുള്ള UDF കൊണ്ടുവരുന്ന ആരോപണം എന്ന് പറയുന്നത് ഈ അക്രമ രാഷ്ട്രീയം തന്നെയാണ്, കൊലപാതകങ്ങളുടെ രാഷ്ട്രീയമാണ്. ഇത് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ജയകൃഷ്ണൻ മാസ്റ്റർ വധത്തിൻ്റെ കാര്യം, ഇപ്പോൾ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകമോ അല്ലെങ്കിൽ അരിൽ ഷുക്കൂറിൻ്റെ കൊലപാതക കേസിൽ ആക്കപ്പെട്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കാൾ ഒക്കെ അപ്പുറത്ത് ഈ നേരത്തെ ജയകൃഷ്ണൻ ഒരു വിദ്യാലയത്തിൽ ചെറിയ കുട്ടികളുണ്ടായിരിക്കെ അവരുടെ മുമ്പാകെ വെച്ച് കൊല ചെയ്യപ്പെട്ട ഒരു സംഭവം, അതൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ആയുധമാക്കപ്പെട്ടിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ജയരാജൻ എന്ന് പറയുന്ന ഇതൊക്കെ പറയുമ്പോഴും ഈ കേസിൽ, അരിൽ ഷുക്കൂർ കേസിൽ CBI പ്രതിയാക്കി. അതുകൊണ്ട് ജയരാജൻ അസ്പൃശ്യനാണ്, നമുക്ക് അംഗീകരിക്കാൻ പാടില്ലാത്ത ഒരാളാണ് എന്ന് CPM-കാർ ഒരാളെങ്കിലും വിശ്വസിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്കറിയാവുന്ന കണ്ണൂർ പ്രദേശം, എനിക്കറിയാവുന്ന ജയരാജൻ്റെ തട്ടകം എന്ന് പറയുന്നത്, അവിടെ ജയരാജനെ ഒറ്റപ്പെടുത്തുന്ന ആളുകളല്ല, മറ്റു പല ആളുകളും പറയും. കോൺഗ്രസ്സുകാർ പറയും, ലീഗുകാർ പറയും, മറ്റു പല ആളുകൾക്കും RMPക്കാർ പറയും, എല്ലാവരും പറയും. പക്ഷേ അവിടെ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഈ കേസിലൊക്കെ പ്രതിയാക്കപ്പെടുമ്പോഴും അവർക്ക് ഒരു വീരപരിവേഷമാണ് അവർ ജയരാജനോട്. ഞാനത് ജയരാജനോടുള്ള പ്രകീർത്തനത്തിൻ്റെ ഭാഗമല്ല, ജയരാജനെ അംഗീകരിച്ചുകൊണ്ട് പറയുന്നതൊന്നുമല്ല. ഞാനൊരു CPM, രാജ്മോഹനൊക്കെ അറിയുന്ന പോലെ ഞാനൊരു CPM അനുഭാവിയൊന്നുമില്ലല്ലോ. പക്ഷേ ഒരു യാഥാർത്ഥ്യമുണ്ട്. ജയരാജൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ
ഞാൻ മനസ്സിലാക്കിയിടത്തോളം മറ്റാര് സ്ഥാനാർത്ഥിയാവുന്നതിനേക്കാൾ അതിന്റെ 100 ഇരട്ടി ആവേശത്തിൽ അവിടെയുള്ള CPM ഇറങ്ങും. കഴിയുമെന്നാണ് താങ്കൾ അതിനെ കാണുന്നത്. CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ അതിനകത്ത് എത്രത്തോളം സ്ത്രീ പ്രാതിനിധ്യമുണ്ട്, സംശുദ്ധ രാഷ്ട്രീയക്കാരുണ്ട്, സംശുദ്ധ വ്യക്തിത്വങ്ങളുണ്ട് എന്നത് കൂടി പരിശോധിക്കണമല്ലോ. അതിൽ M. നൗഷാദ് 9-ാം തീയതി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് പ്രകാരം LDF-ന്റെ സ്ഥാനാർത്ഥി പട്ടിക വരും. ആ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ വനിതകൾക്ക് അർഹമായ പ്രാധാന്യം കൊടുക്കുക, ഒപ്പം ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സംശുദ്ധ രാഷ്ട്രീയവും ഈ സ്ത്രീ വിരുദ്ധതയൊന്നും പെറാത്ത തരത്തിൽ സംശുദ്ധ രാഷ്ട്രീയം കൊണ്ടു നടന്ന ആളുകളൊക്കെ തന്നെ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അതിൽ വേണ്ടത്ര വനിതാ പ്രാതിനിധ്യം അർഹമായവ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാമോ? ഇപ്പോൾ കേൾക്കുന്നത് 2 പേരുടെ പേര് മാത്രമാണ്. അല്ല, തീർച്ചയായും എല്ലാ പരിഗണനയും പരിശോധിച്ച് CPM സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. ആ പ്രഖ്യാപിച്ചതിന് ശേഷമേ ഓരോ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പേര് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങളെപ്പോലുള്ളവർക്ക് പേര് പറയാൻ കഴിയുകയുള്ളൂ. ഇത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ച് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. കോൺഗ്രസ് അല്ല, അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പേര് ഒരു പരാമർശിക്കപ്പെട്ട സ്ഥാനാർത്ഥിയാണോ അല്ലയോ എന്നുള്ളതല്ല. P. ജയരാജനെയൊക്കെ പരിഹസിക്കാൻ ഈ തരത്തിലേക്കുള്ള ചർച്ച നടത്തുക കഷ്ടം എന്നല്ലാതെ ഞാൻ വേറൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. എന്താണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ P. ജയരാജനെ കുറിച്ച് പറഞ്ഞത്? സഖാവ് ആ P. ജയരാജൻ വർഷങ്ങളോളം MLA ആയിരുന്നയാളാണ്. അദ്ദേഹം മറന്നുപോയൊരു കാര്യമുണ്ട്. തിരുവോണ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി വെട്ടി കൊന്നു എന്ന് ഉറപ്പാക്കി തിരിച്ചുപോയതാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മനോബലം ഒന്നുകൊണ്ട് മാത്രം ആശുപത്രിയിൽ യഥാസമയം എത്തിച്ചതിൻ്റെ ഭാഗമായി ഇന്നും ഒരു കൈക്ക് സ്വാധീനമില്ലാത്തയാളാണ് P. ജയരാജൻ. ആ P. ജയരാജനെയാണ് അവിടുത്തെ സംഘപരിവാറിന് BJPക്കും എതിരായിട്ടുള്ള വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ക്യാപ്റ്റനായി നിന്നുകൊണ്ട് അതിനെതിരായ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായി വളരെ ബോധപൂർവം CBI കേസിൽ പ്രതിയാക്കി. അപ്പം ചിദംബരം പ്രതിയായി, അതുകൊണ്ട് പ്രതിയാണോ ഉണ്ണിത്താനെ? ചിദംബരത്തെ പ്രതിയാക്കിയല്ലോ. അപ്പോൾ വളരെ ബോധപൂർവം രാഷ്ട്രീയ പക തീർക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ കേസിൽ പ്രതിയാക്കി. അതവിടുത്തെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇവിടെ എത്ര പരിഹാസ്യ രൂപേണയാണ് കൊടിസുനിയെ സ്ഥാനാർത്ഥിയാക്കാം. നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പം കേരളം അങ്ങ് വിട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ക്രിമിനലുകളും അതുപോലെ സമ്പന്നരും മാത്രമാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ വരിക. അത് BJP ആയാലും അങ്ങനെ തന്നെ. ഇപ്പൊ നിലവിലുള്ള MP-മാരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്ത് വന്നിട്ടുണ്ടല്ലോ. കേസുകളിൽ എത്ര പ്രതിയായിട്ടുണ്ട്. അങ്ങനെ ചില ആരോപണങ്ങൾ താങ്കൾക്ക് തിരിച്ചു ഉന്നയിക്കാനുണ്ട്. ഞാൻ ചോദിക്കുന്നത് CM. നൗഷാദ് 9-ാം തീയതി സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ ഉണ്ടാവുക കണ്ണൂരിലെയും പത്തനംതിട്ടയിലെയും മാത്രം വനിതകളായിരിക്കുമോ? 10% ഒതുങ്ങി പോകുമോ LDF-ന്റെ ഇവിടുത്തെ വനിതാ പ്രാതിനിധ്യം എന്നാണ്? LDF-ന്റെ വനിതാ പ്രാതിനിധ്യം 10% ഒതുങ്ങിപ്പോകുമോ? ഇപ്പൊ നവോത്ഥാനത്തെക്കുറിച്ചും സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തെക്കുറിച്ചുമൊക്കെ വലിയ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. നൗഷാദ്, നിങ്ങളുടെ സ്ഥാനാർത്ഥികൾക്കിടയിലെ വനിതാ പ്രാതിനിധ്യം 10% ഒതുങ്ങിപ്പോകുമോ? LDF-ന് ആ കാര്യത്തിൽ പ്രത്യേകമായ ഉത്തരവാദിത്തമുണ്ട് എന്ന് വിചാരിക്കുകയാണ്. കാരണം അവരുടെ ഒരു സമീപനം ഈ കാലയളവിൽ അങ്ങനത്തേതാണ്. അല്ല, ഉറപ്പായും UDF-നേക്കാൾ മുൻതൂക്കം ഉണ്ടായിരിക്കും. അതിപ്പോൾ എത്രയാണ് തീരുമാനിക്കുന്നത്? ഞാൻ പറഞ്ഞ അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ ഞങ്ങൾക്കൊരു സംഘടനാ സംവിധാനമുണ്ട്. ഒരു കാര്യം മാത്രം, സ്ത്രീ എന്നുള്ളത് കാരണത്താൽ ഒരാളെയും മാറ്റി നിർത്തില്ല, അത് ഉറപ്പാണ്. സ്ത്രീ എന്നുള്ള കാരണത്താൽ ഒരാളെയും മാറ്റി നിർത്തില്ല, അത് 100%. അതൊരു ഉത്തരമല്ലല്ലോ. സ്ത്രീകൾക്ക് നിർബന്ധമായും പരിഗണന കൊടുക്കുമെന്ന നിലപാട് വേറെ, സ്ത്രീ എന്ന കാരണത്താൽ മാറ്റി നിർത്തില്ല എന്ന നിലപാട് വേറെ. ജനാധിപത്യപരമായിട്ടാണ്. ഇപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഈ കേട്ടുകേൾവിയാണെങ്കിലും ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്നൊക്കെ. അല്ല, തീർച്ചയായും അവർക്കും സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം ഉണ്ടായിരിക്കും. ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ വർത്തമാനം നിങ്ങൾ പറയുമ്പോൾ ഈ നിയമസഭയിൽ കോൺഗ്രസിന് ഒരു MLA ഉണ്ടോ? വനിതാ MLA ഉണ്ടോ? ശരി, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ വനിതാ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? വളരെ ക്രൂഷ്യലായ ഒരു തെരഞ്ഞെടുപ്പിൽ വിന്നബിലിറ്റി മാത്രം, വിജയസാധ്യത മാത്രമാണോ നിങ്ങളുടെ പരിഗണനാ വിഷയം? അതിൽ വനിതകളെ നിർബന്ധമായും ഉൾപ്പെടുത്തണം എന്നതുപോലെയുള്ള നിലപാടുകൾക്ക് ഇപ്പോൾ വലിയ പ്രസക്തിയില്ല എന്നാണോ? ഇപ്പൊ തന്നെ നോക്കൂ, നൗഷാദ് വലിയ ആത്മവിശ്വാസത്തിൽ പറയുന്നു UDF-നേക്കാൾ കൂടുതൽ എന്തായാലും ഉണ്ടാകുന്നു. കാരണം നിങ്ങൾക്ക് അത് ഉണ്ടാവില്ല എന്ന
ഈ ചരിത്രബോധമാണ് അദ്ദേഹത്തെ നയിക്കുന്നത്. അത് തിരുത്തപ്പെടാനിടയുണ്ടോ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത്തവണ? അല്ല, അതിനു മുമ്പ് ഞാനിവിടെ സജീവൻ ശ്രീ പി ജയരാജൻ്റെ അവദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തെക്കാൾ കരുത്തനായ ആരുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ അതിന് മറുപടി ഞാൻ പറഞ്ഞത്, ഞാനില്ലാത്തൊരു കാര്യവും പറഞ്ഞിട്ടില്ല. ശ്രീ ജയരാജനെതിരെ കതിരൂർ മനോജ് വധക്കേസിൽ UAPAക്ക് കേസ് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ വിക്രമൻ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. ഈ പറയപ്പെടുന്ന തിരുവോണനാളിൽ ശ്രീ ജയരാജൻ്റെ വീട്ടിൽ കയറി വെട്ടിയത് OK വാസുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. അദ്ദേഹം ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ. അപ്പോൾ OK വാസു അന്ന് RSS നേതാവായിരുന്നു. ആ OK വാസുവിൻ്റെ നേതൃത്വത്തിലുള്ള RSS സംഘമാണ് തിരുവോണനാളിൽ ഇലയിട്ട് സദ്യ വിളമ്പിയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വിളിച്ചു പോവി, എൻ്റെ ഭർത്താവ് മരിച്ചേ ചത്തു എന്ന് വിചാരിച്ചിട്ടിട്ട് പോയതാണ്. അന്ന് ആ അക്രമത്തിന് നേതൃത്വം കൊടുത്ത OK വാസു ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാണ്, RSSകാരൻ. ഞാനിവിടെ ഇല്ലാത്തൊന്നും പറഞ്ഞില്ല, ഞാൻ ജയരാജനെ ആക്ഷേപിച്ചില്ല. ഇപ്പോൾ അരിയൽ ഷുക്കൂർ വധക്കേസിൽ CBI അദ്ദേഹത്തെ പ്രതിയാക്കിയിരിക്കുന്നു. എന്താ ഞാൻ ഇല്ലാത്ത പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വളരെ ശക്തനായത്. അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങളെന്താ വേറെ വല്ല കൊട്ടേഷൻ സംഘത്തെ അതല്ലേ ഞാൻ ചോദിച്ചത്. അല്ലാതെ ജയരാജനെ ആക്ഷേപിക്കുന്ന ഒരു വർത്തമാനവും ഈ ചർച്ചയിൽ വന്നിട്ടില്ല. ഇതെല്ലാം കേരളത്തിലെ പൊതുജന സമൂഹത്തിന് അറിയാവുന്നതാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അത് ഞാൻ വിടുന്നു. അതിനകത്ത് കയറി നൗഷാദ് എത്ര പ്രകോപനം കൊള്ളേണ്ട കാര്യമില്ല. ഞാൻ അയാളെ ആക്ഷേപിച്ചല്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കും അറിയാവുന്ന കാര്യം. പിന്നെ ഇവിടെ ഇപ്പോൾ ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയുള്ള ഒരു സമരം നടക്കുന്ന നാടാണ് കേരളം. സ്ത്രീ പുരുഷ സമത്വം. ആ സ്ത്രീ പുരുഷ സമത്വത്തിനു വേണ്ടി വളരെ വനിതാ മതിൽ വരെ കെട്ടിയ ഒരു സംസ്ഥാനമാണ്. അപ്പോൾ സ്വാഭാവികമായി ജെൻഡർ ഇക്വാലിറ്റി, ലിംഗസമത്വം എല്ലായിടത്തും വേണം. ശബരിമലയെ മാത്രം പോരല്ലോ, സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും ജെൻഡർ ഇക്വാലിറ്റി വേണം. ആ ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി വനിതാ മതിൽ സംഘടിപ്പിച്ചവരവർ. വനിതാമതിൻ്റെ സംഘാടക സമിതി വിളിച്ചു കൂട്ടിയപ്പോൾ ഒറ്റ വനിതയെ അകത്ത് കയറ്റിയില്ല. ആ ഒരു പ്രവണതയായിരിക്കും ഇപ്പോൾ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവർ കാണിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളങ്ങനെ ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങുകയും മതിൽ കെട്ടുകയൊന്നും ഇപ്പോൾ ചെയ്തിട്ടില്ലോ. അപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരട്ടെ. ഇപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി, ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്ന് വളരെ വ്യക്തമാണ്. കാരണം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അവർ 2-3 സർവേ നടത്തിയിട്ടുണ്ട്. ആ സർവേയിൽ വിജയസാധ്യതകൾ, അതായത് വിന്നബിലിറ്റി ഒരു ഘടകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഴയ പോലെ ശ്രീ സജീവൻ പറഞ്ഞ പോലെ പഴയ ലാവണങ്ങളിൽ നിന്നുകൊണ്ട് നേതാക്കന്മാർ ചിന്തിച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ കോൺഗ്രസിനകത്ത് കഴിഞ്ഞു. അതിപ്പോൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിലെ ഭാരവാഹികളെ നിശ്ചയിച്ചപ്പോഴൊക്കെ സജീവന് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ കേരളത്തിലെ ഈ സമവാക്യങ്ങൾ തെറ്റിച്ചുകൊണ്ടല്ലേ KC വേണുഗോപാൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി വന്നു, അദ്ദേഹം കോർ കമ്മിറ്റി മെമ്പറായി. ഇന്ത്യയിൽ നമ്മുടെ ശ്രീ ശങ്കരൻ നായർ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റായി ഒഴിച്ചാൽ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി ശ്രീ KC വേണുഗോപാൽ വന്നതും 29 സംസ്ഥാനങ്ങളിലെ പാർലമെൻറ്റ് സ്ക്രീനിങ് കമ്മിറ്റി മെമ്പറായി അദ്ദേഹമൊക്കെ വന്നതും ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണെന്ന് സജീവന് ബോധ്യമായി കാണും. ജനറൽ ഇക്വാലിറ്റി എന്നതിന് വേണ്ടി വലിയ പ്രകടനങ്ങൾ നടത്തിയിട്ടില്ലാത്ത ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ പ്രത്യേകമായ ഉത്തരവാദിത്വം ഈ കാര്യത്തിൽ മാത്രമുണ്ടെന്ന് വിചാരിക്കുക വയ്യ എന്നാണ് ശ്രീ സജീവൻ. ഈ ഇടതുപക്ഷത്തിൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ അവരെടുക്കുന്നത് വിന്നബിലിറ്റി എന്നത് മാത്രമാണ്. കോൺഗ്രസിൻ്റെ നേരത്തെയുള്ള സമീപനം അത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ MLA-മാരെ മത്സരിപ്പിക്കുന്നതിലെ ഈ പറയുന്ന മൂല്യ പ്രശ്നം, അതുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതാ പ്രശ്നമൊക്കെ തന്നെയും പലപ്പോഴും ഉന്നയിച്ചിട്ടുള്ളവരാണവർ. അതിൽ നിന്നെല്ലാം അവർ വിട്ടുപോവുകയാണ്. നോക്കൂ, ഇപ്പോൾ ഇന്നസെൻറ്റിനെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ മണ്ഡലം കമ്മിറ്റിക്ക് വിയോജിപ്പുണ്ട്. ഇന്നസെൻറ്റ് തന്നെ തുടക്കത്തിൽ താല്പര്യക്കുറവുണ്ടായിരുന്നു. ഇന്നസെൻറ്റ് ഒരു ചരിത്രം പരിശോധിക്കാൻ നമുക്ക് MP എന്ന നിലയിൽ ഇപ്പോൾ ഒരു നടിയെ ആക്രമിച്ച കേസെടുക്കുക, അതിനകത്ത് തന്നെ ഇരയ്ക്കൊപ്പമല്ല, ഇരയെ പലതവണ അധിക്ഷേപിക്കുകയും അതിലെ കുറ്റവാളിക്കൊപ്പം തന്നെ അചഞ്ചലമായി നിലകൊള്ളുകയും ചെയ്ത ആളാണ് ഇന്നസെൻറ്റ്. ആ ഇന്നസെൻറ്റിനെ മത്സരിപ്പിക്കുകയും പിന്നീട് സ്ത്രീപക്ഷം നവോത്ഥാനം പോലെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുക എന്നത് യോജിക്കുന്ന ഒന്നല്ല. അപ്പോൾ ഇതിലെല്ലാം ഇടതുപക്ഷം കോംപ്രമൈസ് ചെയ്യുന്നു എന്ന് കാണാമല്ലോ. അതിപ്പോൾ MLA-മാരെ മത്സരിപ്പിക്കുന്നതായാലും അല്ലെങ്കിൽ സ്ത്രീകൾക്കൊപ്പം നിലകൊണ്ടോ വിരുദ്ധചര്യയിൽ നിലകൊണ്ടോ പോലെയുള്ള കാര്യങ്ങളൊന്നും പരിഗണനയിലില്ല. ഏതൊക്കെ മേഖലകളിൽ ബന്ധമുള്ള, ഏതൊക്കെ സമുദായങ്ങളുമായി ബന്ധമുള്ള, എങ്ങനെയൊക്കെ വിജയസാധ്യതയുള്ള എന്നതിൽ മാത്രമാണ് നോട്ടം. തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്നസെൻറ്റിനെ പോലുള്ള ഒരാൾ മത്സരിപ്പിക്കുമോ എന്ന് എനിക്കറിയില്ല. മത്സരിപ്പിച്ചാൽ അത് CPM ചെയ്യുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. കാരണം അത് ഈ നടിയെ ആക്രമിച്ച കേസിൻ്റെ കാര്യം വെച്ചുകൊണ്ട് മാത്രമല്ല പറയാം, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് താങ്കൾ പറഞ്ഞത്. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത്
ഇന്നസെൻ്റ് എന്ന വ്യക്തി ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇപ്പോൾ പാർലമെൻറ്റിനകത്തോ പുറത്തോ ഒരു പാർലമെൻറ്റിൻ്റെ ഒരു പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യമാണ് എന്ന് ഇന്നസെൻ്റ് തന്നെ പല ഈ ചർച്ചകളിലും അദ്ദേഹം പല അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അദ്ദേഹം പറയുന്നത് എന്തോ ആവട്ടെ, അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ ഉന്നയിക്കപ്പെടേണ്ട കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിലപാടെന്തായിരുന്നു? അദ്ദേഹം എപ്പോഴാണ് ഒരു പാർലമെൻറ്റേറിയൻ എന്ന നിലയിൽ എന്ത് പ്രകടനമാണ് കാഴ്ചവെച്ചത്? ഒന്നുമില്ല, വട്ടപ്പൂജ. അതേപോലുള്ള CPM-നെ തന്നെ വേറെ ചില ആളുകളുടെ പേരെൻ്റെ മനസ്സിൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് പോട്ടെ. ഇന്നസെൻ്റ് കാര്യത്തിൽ പറയേണ്ടതുണ്ട്. കാരണം CPM-ന് ഒരു ബാധ്യതയില്ലാത്ത ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ അക്കാലത്ത് കോൺഗ്രസിൻ്റെ സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചാലക്കുടിയിൽ നിർത്തിയ ഒരാൾ, സെലിബ്രിറ്റി എന്ന നിലയിൽ കൊണ്ട് മാത്രം ജയിച്ച, കോൺഗ്രസിനകത്തുള്ള പടലപ്പിണക്കത്തിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രം ജയിച്ച ഒരാളാണ്. അദ്ദേഹത്തെ ഇപ്രാവശ്യം മത്സരിക്കുമ്പോൾ ഒരാൾ 5 വർഷക്കാലം ഒരു മണ്ഡലത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പുറത്തുള്ള പ്രവർത്തനങ്ങൾ എന്തായിരുന്നു? ഒരു MP എന്ന നിലയിൽ ജനങ്ങൾക്ക് സമീപിക്കാവുന്ന ആളായിരുന്നില്ല. പിന്നീട് അദ്ദേഹം എടുത്ത നിലപാടുകൾ, അതാണ് താങ്കൾ നേരത്തെ പറഞ്ഞത്. ഒരു നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ അദ്ദേഹത്തിൻ്റെ പറച്ചിലുകൾ കേട്ട് നമ്മളൊക്കെ പരിഹാസ്യമായിട്ട് ഒരു പരിഹാസത്തോടു കൂടി സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ശ്രീ നൗഷാദ്, താങ്കൾ അതിനുള്ള മറുപടി പറയാമോ? ഇന്നസെന്റ് വീണ്ടും മത്സരിക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ തർക്കത്തിന് സ്പേസില്ല. 9-ാം തീയതി എന്തായാലും ഈ തീരുമാനമൊക്കെ വരികയും ചെയ്യും. അപ്പോൾ സ്ത്രീവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരാൾ സാമാജികനാകാൻ ഒരു നിലയ്ക്കും നന്നായി, എനിക്ക് നന്നാവണമെന്ന നിലയ്ക്ക് ആത്മാർത്ഥതയോടെ ഇടപെട്ട് നന്നാവാത്ത ആൾ, മണ്ഡലത്തിൽ എപ്പോഴും ആക്സസിബിലിറ്റി തീരെ കുറഞ്ഞ ഒരാൾ, അങ്ങനെ ഒരാൾ വീണ്ടും പരിഗണിക്കപ്പെടുമോ നിങ്ങളുടെ പട്ടികയിൽ? അല്ല, എനിക്ക് മനസ്സിലാകാത്തത് ഇവിടെ വളരെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു മറുപടി പറഞ്ഞു. ഏതാണ്? ഞങ്ങൾ സ്ത്രീ സമത്വത്തിന് വേണ്ടിയിട്ടൊന്നും പ്രവർത്തിക്കുന്നവരല്ല എന്ന്. അപ്പോൾ ആ സ്ത്രീ വിരുദ്ധമായ പരാമർശം നടത്തിയതിനെ കുറിച്ച് നിങ്ങൾക്കൊരു വർത്തമാനവും ഇല്ല, നിങ്ങൾക്കൊരു കമൻറ്റും ഇല്ല. അതുപോലെ തന്നെ ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞത് ശ്രീ P. ജയരാജൻ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച OK വാസുവിനെ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കി എന്ന് പറയുമ്പോൾ തന്നെ കൊല്ലാനായി പരിശ്രമിച്ചവരെ ഉൾപ്പെടെ മാനസാന്തരം വരുത്തി ശരിയുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ അവരോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കാത്ത ആളാണെന്നുള്ളതിന് അതിൽ പരം തെളിവ് എന്താണ് വേണ്ടത്? അങ്ങനെയുള്ള ആളിനെയാണ് ക്രിമിനൽ എന്നുള്ള തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇവിടെ ഇന്നസെന്റ്, നിങ്ങൾ എന്തിനാണ് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് ഇന്നയാള്, നിങ്ങൾ പല പേരുകളും പറഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് താങ്കൾക്ക് ആ കാര്യത്തിൽ എളുപ്പം മറുപടി പറഞ്ഞു ഒഴിവാക്കാൻ കഴിയും. ആ സൗകര്യം താങ്കൾക്ക് ഈ മണിക്കൂറിലുമുണ്ട് എന്നതാണ് അതിന്റെ പ്രത്യേകത. സമയപ്രശ്നം കൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. നന്ദി ശ്രീ നൗഷാദ്, ശ്രീ സജീവൻ, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ ചർച്ചയുടെ ഭാഗമായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിലപാടുകളും പങ്കുവച്ചതിന്.